നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആര്യാടൻ്റെ ഭൂരിപക്ഷം 6000 കടക്കുന്നു എന്നുള്ളതാണ്, ആര്യാടൻ്റെ ലീഡ് 6000 കടക്കുന്നു എന്നുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഇനിയുള്ള എണ്ണാനുള്ളത് CPM ശക്തി കേന്ദ്രങ്ങളിലാണ്. സ്വന്തം നാട്ടിൽ പോലും സ്വരാജിന് നിക്കക്കള്ളിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും സ്വന്തം ബൂത്തിൽ പോലും സ്വരാജിന് ലീഡില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അതേസമയം ഇതിനകത്ത് നമ്മൾ കണക്കൂട്ടിയിൽ നിന്നൊരു വ്യത്യാസം വന്നത് അൻവർ പിടിച്ച വോട്ടുകളാണ്. അൻവർ 10,000-ന് മുകളിൽ വോട്ടുകൾ പിടിച്ചു എന്നുള്ളത് അൻവറിൻ്റെ ഒരു ശക്തിയായി തന്നെ കാണാം. അൻവർ 75,000 വോട്ട് പിടിക്കുമെന്ന് അൻവർ മനസ്സിൽ പറഞ്ഞെങ്കിലും ഒരു 7,500 വോട്ടാണ് അൻവർ മനസ്സിൽ കരുതിയതെന്ന് നമുക്കറിയാം. പക്ഷേ അൻവറിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് 10,000-ലധികം വോട്ടുകൾക്ക് അൻവർ 10,000-ലധികം വോട്ടുകൾ നേടുന്നു എന്നുള്ളതാണ്. എണ്ണിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒരു 15,000 വരെ വോട്ടുകൾ പിടിച്ചേക്കാം. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഈ ഇത്രയും വൻമരങ്ങൾക്കിടയിലൂടെ നടന്നു കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് വലിയൊരു ആര്യാടൻ്റെ വിജയം മാത്രമല്ല, അത് സതീശൻ്റെ വിജയമാണ്, കുഞ്ഞാലി സാഹിബിൻ്റെ വിജയമാണ്, അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ്റെ യുവ നേതാക്കളുടെ ഒക്കെ വിജയമായിട്ട് തന്നെ കാണേണ്ടി വരും. ലീഗ് കയ്യും മെയ്യും മറന്ന് ഇതിനായി നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഇതിൽ നിന്ന് മറ്റൊരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കേരളത്തിലെ ജനങ്ങൾ ഇനി ഒരു തവണ കൂടി പിണറായിയെ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാകുന്നു എന്നുള്ളതാണ്. പിണറായിക്ക് പോലും അതിൽ സംശയമായി തുടങ്ങി. കാരണം നമുക്കറിയാം, എത്രയൊക്കെ കിറ്റുകളും പെൻഷനുമൊക്കെ കൊടുത്താലും ജനങ്ങൾക്കിടയിൽ വലിയ അപമതിപ്പ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് നമുക്കിതിൻ്റെ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ലീഗ് കട്ടയ്ക്ക് പണിയെടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ലീഗിന് ഇനി പിടിച്ചു നിൽക്കാൻ ഒരു നിമിഷം പോലും കഴിയില്ല. കാരണം നമ്മൾ ഈ മയക്കുമരുന്നൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം പാനിക് അവസ്ഥയുണ്ട്. അതാണിപ്പോൾ ലീഗിനും കുഞ്ഞാലി സാഹിബിനും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അത് കിട്ടാതിരുന്നാൽ അവർക്ക് പറ്റില്ല. അധികാരമാകുന്ന ആ ലഹരി നുണഞ്ഞവരാണ്. അതുകൊണ്ട് അത് കിട്ടാതിരുന്നാൽ അവർക്ക് പിന്നെ അഡിക്ഷൻ സെൻറ്ററിൽ പോകുന്ന ഒരു രോഗിയെ പോലെയായി മാറുമെന്നവർക്കറിയാം. അതുകൊണ്ട് അവർ വളരെ ശക്തമായ രീതിയിൽ UDF-നൊപ്പം ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ ട്രെൻഡ് മാറി, സതീശൻ ശക്തനാകുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് KC വേണുഗോപാലിനും ചെന്നിത്തലയ്ക്കുമാണ്. ഈ രണ്ടുപേരും മുഖ്യമന്ത്രി കുപ്പായം തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് എന്ത് ചെയ്യണമെന്നാണ് അവർ നോക്കുന്നത്. സതീശൻ ശക്തനായ തേരാളിയായി മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനിയിപ്പോൾ KPCC പ്രസിഡൻ്റിൻ്റെ ഭാഗത്തു നിന്ന് ശല്യമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും സതീശന് ഗുണമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സതീശനിസത്തിൻ്റെ വിജയം എന്ന് പറയേണ്ടി വരും. ഏതായാലും ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മിന്നുന്ന വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ത്രികോണ മത്സരവും പോലും അല്ല, ചതുഷ്കോണ മത്സരം എന്ന് തന്നെ പറയാവുന്ന ഇതിൽ. പക്ഷേ BJP ഇതിൽ കാണിച്ചത്, BJP ഇതിനകത്ത് എന്തൊക്കെയോ അന്തർനാടകങ്ങൾ കളിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രയധികം BJPക്ക് വോട്ട് കുറഞ്ഞു. ഭൂരിപക്ഷത്തിനേക്കാൾ വോട്ട് കുറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷീണം തന്നെയാണ്. അതുമാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറൊക്കെ അവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ഏകോപനമൊക്കെ നടത്തിയിട്ട് ഇത്രയധികം വോട്ട് കുറഞ്ഞാൽ അത് BJPക്കും ചോദ്യമുയരും. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ട് എങ്ങോട്ട് പോയി? ഏതായാലും ആര്യൻ ഷൗക്കത്തിനോ അൻവറിനോ BJP വോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല. പ്രിയൻ എന്ത് തോന്നുന്നു? അതായത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത 2026 തെരഞ്ഞെടുപ്പ് എന്താകുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് UDF-ൻ്റെ ശക്തമായ സാന്നിധ്യം കേരളത്തിൽ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനിയും ഒരിക്കൽ കൂടി പിണറായി വിജയനെ സഹിക്കാൻ വയ്യ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരള ജനത എത്തിയിരിക്കുന്നതാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നിലമ്പൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മിനിയേച്ചറാണ്. ഏതാണ്ട് ഭൂരിപക്ഷം ഈ പറയുന്ന മതാടിസ്ഥാനത്തിലുള്ള ജനസംഖ്യയുടെ ഒരു മിനിയേച്ചർ രൂപം കേരളത്തിൻ്റെ അവസ്ഥ കാണാൻ കഴിയും. ഏതാണ്ട് 30-40% വരുന്ന മുസ്ലിങ്ങൾ, 40% വരുന്ന ഹിന്ദുക്കൾ, 20% വരുന്ന ക്രിസ്ത്യാനികൾ. ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു മിനിയേച്ചർ രൂപമായിട്ടുള്ള നിലമ്പൂരിലേക്ക് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിന് കൃത്യമായിട്ട് എന്താകും അടുത്ത തിരഞ്ഞെടുപ്പിലെ അവസ്ഥ എന്നുള്ളത് അനുമാനിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിൽ സതീശൻ്റെ നേതൃത്വത്തിലുള്ള, സതീശൻ മുഖ്യമന്ത്രിയായിക്കൊണ്ടുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരും. ആഭ്യന്തരമന്ത്രി മിക്കവാറും ചെന്നിത്തലയായിരിക്കും. KC വേണുഗോപാൽ അതിനും താഴെയിരിക്കാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഇനി KC വേണുഗോപാലിനെയാണ് തുടക്കത്തിൽ മുകളിൽ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ചില നേതാക്കൾ BJPയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും അവിടെ തുറന്നു കിട്ടും. സതീശൻ പോകാനുള്ള സാധ്യതയില്ല. സതീശൻ ആഭ്യന്തരമന്ത്രിയാകുമായിരിക്കും, ഇല്ലെങ്കിൽ 2 മുഖ്യമന്ത്രിമാരിൽ ഒരാളാകുമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെന്നെത്തുക. എന്തായാലും നിലവിൽ KCയും ചെന്നിത്തലയും ഒന്നും അല്ല, സതീശൻ തന്നെയാണ് സ്റ്റാർ. സതീശൻ മുഖ്യമന്ത്രി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നിലമ്പൂരിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രതിബിംബമാണ്
എന്നുള്ള ഒരു നിലയ്ക്ക് കാണുന്നു. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വൻ മുന്നേറ്റമുണ്ടാക്കും. ഭൂരിപക്ഷം പഞ്ചായത്തുകളും പലപ്പോഴും CPM-ൻ്റെ കൈകളിലാകാറുണ്ടെങ്കിൽ ഇക്കുറി അതിന് മാറ്റം വരും. കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് എന്ന് പറയുന്നതിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം മാറുന്നു. UDF-ലേക്ക് കൂടുതൽ കുത്തൊഴുക്കുണ്ടാകും. ജനങ്ങളുടെ വോട്ട് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം UDF മേൽക്കോയ്മ നേടുമെന്നുള്ളതിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൃത്യവും വ്യക്തവുമാക്കുന്നുണ്ട്. ഇപ്പോൾ CPM പറയാൻ പോകുന്നത് എന്താ പറയുക, ഞങ്ങളുടെ സീറ്റല്ലേ, ഞങ്ങൾ സ്വതന്ത്രം നിർത്തിയെടുത്തതല്ലേ, അത് തിരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല എന്ന്. പക്ഷേ അതല്ല, നിലമ്പൂർ കേരളത്തിൻ്റെ സെമി ഫൈനലാണ്, ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ 2026 ഒരു മിനിയേച്ചർ രൂപമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് CPM അധികാരത്തിൽ നിന്ന് പുറത്താകാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നുകൂടിയുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, സംസ്ഥാനത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അതിനുശേഷം ലോക്സഭയിലേക്കൊരു 3 സീറ്റിലെങ്കിലും കുറഞ്ഞത് ഒഴിവ് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് പ്രേമചന്ദ്രൻ, RSPയിൽ നിന്നുള്ള പ്രേമചന്ദ്രൻ എന്തായാലും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ KC വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കും. പിന്നെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരാളെയും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു നേതാവ്, മുതിർന്ന നേതാവ് കൂടി ചിലപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 3 സീറ്റ് കേരളത്തിൽ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങും, വീണ്ടും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് രാധാകൃഷ്ണനെ എങ്ങാനും CPM ഇറക്കുമോ? തുറുപ്പ് ചീട്ടായിട്ട് ഇറക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മണ്ഡലത്തിൽ കൂടി ഒഴിവ് വരുമല്ലോ. ലോക്സഭയിൽ ഇപ്പോൾ പോയിരിക്കുന്ന രാധാകൃഷ്ണനെ രാധാകൃഷ്ണനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. കാരണം രാധാകൃഷ്ണനൊക്കെ നിന്ന് കഴിഞ്ഞാൽ മരുമോന് ഭീഷണിയല്ലേ. അപ്പം നേതാക്കളെ എല്ലാം ഒതുക്കും. ഇപ്പോൾ സ്വരാജിന് ഇപ്പോൾ രാജ്യസഭ കൊടുത്തങ്ങ് വിടുമായിരിക്കും. രാജ്യസഭാ സീറ്റ് കൊടുത്തങ്ങ് വിടുമ്പോഴത്തേക്കും പിന്നെ സ്വരാജിൻ്റെ ശല്യം കേരളത്തിലില്ലല്ലോ. റഹീം രാജ്യസഭയിൽ കിടപ്പുണ്ട്, ഈ പറയുന്ന ഷംസീർ സ്പീക്കറായിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഷംസീറിന് വലിയ കോളൊന്നും കൊടുക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ യുവനിരയിൽ നിന്നുള്ള ഏക നേതാവ് എന്നുള്ള നിലയ്ക്ക് റിയാസ് തന്നെ വീണ്ടും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ട് വരും. ചിലപ്പോൾ കൂടി പറയാൻ കഴിയില്ല, CPM-ൻ്റെ കാര്യമല്ലേ. CPM ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിലും റിയാസിനെ ഓർത്ത് കാണിക്കാനുള്ള സാധ്യത. അറ്റകൈ അവസാനം ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനെ മൊത്തം കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അറ്റകൈ പ്രയോഗം നടത്താതെ ഞങ്ങളൊരു മുസ്ലിം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. CPM അധികാരത്തിൽ ഇനി ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം, കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ രാത്രി 2 പേർ, അമ്മായിയപ്പനും മരുമകനും കെട്ടിപ്പിടിച്ച് ചിരിക്കുന്നൊരു കാഴ്ച ആർക്കും കാണാൻ കഴിയില്ല. പക്ഷേ ആ ഒരു ഇത് കേരളം ഇന്നും അറിയും. കാരണം എന്ത് ഉദ്ദേശത്തിലാണോ സ്വരാജിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർത്തിയത്, ആ ഉദ്ദേശം ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇന്നത്തെ ഈ സ്വരാജിൻ്റെ പരാജയം. സ്വരാജിന് വിഷമിക്കേണ്ട ആവശ്യമില്ല, അടുത്ത വർഷം രാജ്യസഭയിലേക്ക് കയറ്റിവിടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിരുന്നാലും രാഷ്ട്രീയപരമായി LDF-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാജയം തന്നെയാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അവർക്ക് രാഷ്ട്രീയപരമായി പരാജയം സംഭവിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രചരണത്തിൽ പ്രവർത്തിച്ചെങ്കിലും അതിനൊന്നും യാതൊരു ഫലവും കിട്ടിയില്ല. അൻവർ വോട്ട് പിടിക്കുകയും ചെയ്തു, UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.